ഓക്കെ, ഇന്നെൻ്റെ ചെസ്റ്റ് ഡേ ആണ്. ഞാൻ ഏകദേശം ഒരു 5-6 വേരിയേഷനോളം ചെസ്റ്റ് ചെയ്യാറുണ്ട്. റോഡ് ഇൻ്റർനാഷണൽ മിഷനാണ് ഈ മൾട്ടിപ്രസ് കിടക്കുന്നത്. നല്ല ഹെവി സ്റ്റാൻഡേർഡ് സാധനമാണ്. അടിപ്പതാണ്. ചില ചൈനീസ് ബ്രാൻഡിൻ്റെ ഒക്കെ ആണെങ്കിലും ചില കോയമ്പത്തൂരിൽ നിന്നൊക്കെ മേടിക്കുന്ന ബ്രാൻഡുകളുണ്ടല്ലോ, അതിലെല്ലാം നമ്മൾ മൾട്ടിപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്തില്ല. റീസെൻ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല ചലഞ്ചസ് വീഡിയോസും കാണാറുണ്ടല്ലോ. അതൊക്കെ ചെയ്യുന്നവരെ വെച്ച് നോക്കുവാണെങ്കിൽ ഇൻ്റർനാഷണൽ മിഷനിൽ ഒരു 100 കിലോ സ്റ്റാക്കിട്ട് അടിക്കുവാണെങ്കിൽ അതൊരു 20 സാധനമാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചോളം ഞാനിന്ന് റിസ്റ്റ് ബാൻഡ് കെട്ടാനും നമ്മുടെ എൽബോ സപ്പോർട്ട് കെട്ടാനും മറന്നിട്ടുണ്ട്. അതൊരു ഫാക്ടർ തന്നെയാണ്. നമ്മുടെ വർക്കിംഗ് സെറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും നമ്മുടെ സുഹൃത്ത് ഇത് തന്നിട്ടുണ്ട്. ലാസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രഗിളിങ് സെറ്റാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് കൗണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 100 കിലോ വെയിറ്റ് തന്നെ ഇട്ട് നമ്മൾ ഒന്നും കൂടെ ഒരു 4-6 കൗണ്ടോളം എടുക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രോപ്പർ സെറ്റിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുത്തിനെ വിളിച്ചിട്ട് അവൻ കൂടുതൽ എഫേർട്ട് എടുക്കുന്ന കാണുന്നത് നമുക്ക് വിഷമമുള്ള ഒരു കാര്യമാണ്. ഒരു 85-90% ലോഡെങ്കിലും ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പോലും ഒരു കരുതൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു സ്പോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് മാത്രമല്ല, ഒരു ജീവൻ രക്ഷാ സഹായി കൂടെയാണ്. സോ ജീവനെ കമാ പൊട്ടെന്ന് ഒരു വിശ്വസിച്ചു. ഓക്കെ കമാ. അപ്പം ഫസ്റ്റ് സെറ്റ് ഇതുപോലെ ഒരു 90% നന്നായിട്ട് അടിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ബാക്കി ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുമ്പോൾ തന്നെ, വലിയ ഹെവി ലോഡ് ഇല്ലെങ്കിൽ പോലും അനക്കി കൊടുത്താൽ തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഒരു 4-5 ദിവസമെങ്കിലും നിൽക്കും. ഓക്കെ, അങ്ങനെ പിന്നെയും ജെബിൻ സപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. 1 2 3 4 നല്ല വെയിറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈഗോ കാണിച്ച് ഒറ്റയ്ക്ക് ഷോ കാണിക്കാൻ ചെയ്യുന്ന പോലെ അല്ല, നമുക്ക് നാളെ വർക്കൗട്ട് ചെയ്യണ്ടേ. അതുകൊണ്ട് ഓൾവേസ് ഒരു ബെറ്റർ സ്പോട്ടറെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് വെക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. തേർഡ് വർക്കൗട്ട് നമ്മുടെ സീറ്റഡ് ചെസ്റ്റ് പ്രസ്സിലാണ്. ഓക്കെ, അങ്ങനെ സീറ്റഡ് ചെസ്റ്റ് പ്രസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് ചെയ്യുന്നത് പെഗ് ഫ്ലൈയിലാണ്. അടുത്ത ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ഡെൽറ്റ് ഫ്ലൈറ്റ് മെഷീനിലെ ലോവറിന് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഫുൾ സ്റ്റാക്ക് വെയിറ്റ് ഇട്ടാലും അത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഒത്തിരി പുള്ളി വഴി കേബിൾ വന്നുകൊണ്ടുള്ളതുകൊണ്ട്. അടുത്ത് കേബിൾ ക്രോസ് ഓവറിലെ ഒരു 5 സെറ്റാണ്. ആദ്യത്തെ 2-3 സെറ്റ് നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്തേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഇൻറ്റൻസ് വർക്കൗട്ടും കഴിഞ്ഞ് കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രൊപ്പല്ലർ ഫാൻ്റെ താഴെ നിന്നാൽ മതി. നല്ല തണുത്ത കാറ്റ്, നല്ല ആശ്വാസം. എത്ര വലിയ മസിൽ പെയിനും വിയർപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ വളരെ ആശ്വാസമുണ്ട്. സൂപ്പറായിട്ട് വെള്ളം കുടിക്കുക, സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങുക. ഓക്കെ, താങ്ക് യു.